കേരള സർവകലാശാല MBAയുടെ പരീക്ഷ നടത്തിയതിൽ ഒരു 71 കുട്ടികളുടെ ആൻസർ പേപ്പർ കാണാതെ പോയതിനെക്കുറിച്ച് ഇന്നത്തെ വാർത്താമാധ്യമങ്ങളിൽ ഉണ്ട്, പ്രത്യേകിച്ച് പത്രങ്ങളിലൊക്കെ ഉണ്ട്. ബാക്കിയൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഈ 71 കുട്ടികളുടെ 3ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയതാണ്. അത് കഴിഞ്ഞ് 4ാം സെമസ്റ്ററും കഴിഞ്ഞു. പലരും ജോലിക്ക് വിദേശത്ത് പോയി, അല്ല വേറെ പഠനത്തിന് പോയി, മറ്റു പല കാര്യങ്ങൾക്കും പോയി. പക്ഷേ ഇത് 71 പേരുടെ റിസൾട്ടൊന്നും വന്നില്ല. അവർ പല കുറി അന്വേഷിച്ചു, ഒരു വിവരമില്ല. അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ കിട്ടിയ മറുപടിയാണ് രസകരം. ഈ ആൻസർ പേപ്പറുമായിട്ട് ബൈക്കിൽ പോയ ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് ഇത് എവിടെയോ പോയെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. ആർക്കറിയാം, തൂക്കി വിറ്റതാണോ, ഈ ഷാപ്പിൽ കാശ് കൊടുക്കാനില്ലാഞ്ഞിട്ട് തൂക്കി വിറ്റ് പേപ്പർ വിറ്റതാണോ അറിയില്ല. എന്തായാലും ഈ പേപ്പർ 71 പേരുടെ ആൻസർ പേപ്പറില്ല. ഏതായാലും അങ്ങനെ ഒരു കാര്യം ചെയ്തു. പിറ്റേ ദിവസം പോലീസിലും പരാതിപ്പെട്ടു, യൂണിവേഴ്സിറ്റിയിലും വന്ന് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ആൻസർ പേപ്പർ കഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി അത്ര വലിയ കാര്യമാക്കിയൊന്നും എടുത്തില്ല. ഡിസംബറിൽ എഴുതിയ പരീക്ഷയാണ്, ജനുവരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ജനുവരിയിൽ അദ്ദേഹം വന്ന് പേപ്പർ നഷ്ടപ്പെട്ട കാര്യം യൂണിവേഴ്സിറ്റി പറഞ്ഞു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ വേറെ കാര്യങ്ങൾ കിടക്കുന്നു, നാട്ടുകാരുടെ ചരിത്രം പറയാൻ കിടക്കുന്നു, വീട്ടുകാരുടെ ചരിത്രം പറയാൻ പറ്റുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ജോലി മേഖലകളിൽ തങ്ങളുടെ ആളുകളെ കുത്തിക്കയറ്റാൻ എങ്ങനെ പറ്റും, ഇങ്ങനെ 100 കാര്യങ്ങൾ അവർക്ക് ചർച്ചയാണല്ലോ. അതിനിടയ്ക്ക് പിള്ളേരുടെ ആൻസർ പേപ്പർ കാണാതെ വലിയ അതിശയമൊന്നുമല്ല. ഒരു 2 മാസം അങ്ങനെ അങ്ങ് പോയി. 2 മാസമേ അങ്ങനെ അങ്ങ് പോയി. പിന്നെ വേണമെങ്കിൽ ഇവർക്ക് അന്നേരം തന്നെ കുട്ടികളെ വിളിച്ച് സംഭവം വിശദീകരിച്ച് അങ്ങനെ വളരെ രഹസ്യമായിട്ടാണെങ്കിലും ഇവരെ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിക്കുക എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതൊന്നും വലിയ ഗൗരവമായിട്ടില്ല. പക്ഷെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് വീണ്ടും 4ാം സെമസ്റ്ററും കഴിഞ്ഞ് ഈ 3ാം സെമസ്റ്ററിൻ്റെ പേപ്പറിന് അന്വേഷിച്ച് വന്നപ്പം ഇങ്ങനൊരു സംഗതി യൂണിവേഴ്സിറ്റിയിലില്ല. ഈ കൈക്കൂലി കൊടുത്തും ആശ്രിത നിയമനത്തിലൂടെയും, ആശ്രിത നിയമനം തെറ്റാണെന്നൊന്നുമല്ല പറയുന്നത്, വളഞ്ഞ വഴിയിലൂടെയൊക്കെ ഈ അധ്യാപകർത്തിയിലോ മറ്റ് ജോലി മേഖലകളിലോ കയറുന്നയാൾക്ക് പഠിച്ച് കഷ്ടപ്പെട്ട പിള്ളേരുടെ ബുദ്ധിമുട്ട് അറിയത്തില്ല. കുട്ടികൾ പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വേണം, ജയിക്കണം, നല്ലൊരു ജോലി വേണം, തങ്ങളുടെ മാതാപിതാക്കളെയോ അല്ല തങ്ങളുടെ ഭാവിയോ ഒരു നല്ല നിലയിലെത്തണം എന്ന് വിചാരിച്ച് ആണ് ഈ കുട്ടികൾ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് MBAക്കൊക്കെ പഠിക്കുമ്പോൾ അവരതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വന്ന് പരീക്ഷ എഴുതുന്നത്. അത് ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഈ വിവരദോഷികൾക്ക് മനസ്സിലാവില്ല. തെറ്റാർക്ക് സംഭവിക്കാം. ഒരു പരീക്ഷയുടെ പേപ്പറുമായിട്ട് പോകുന്നയാൾ അത് ശ്രദ്ധിക്കണമായിരുന്നു. ബാഗിൻ്റെ പുറകെ പത്രക്കാർ വെച്ചുകൊണ്ട് പത്രം വിതരണക്കാർ വിതരണം വെച്ചുകൊണ്ട് പോലും ഒരെണ്ണം പോലും താഴെ പോയാൽ കൊണ്ടുപോകുന്നു. അപ്പോൾ സാമാന്യ സുബോധമുള്ളവനാണെങ്കിൽ അങ്ങനെ അത് നഷ്ടപ്പെടില്ല. പക്ഷേ ഈയൊക്കെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യം അറിയില്ല. അതായത് സാധനം നഷ്ടപ്പെട്ടു. എന്താ, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പേപ്പർ. പിറ്റേ ദിവസം വന്ന് യൂണിവേഴ്സിറ്റിയിൽ അറിയിച്ചപ്പോൾ അവരതിന് സത്വര നടപടികൾ സ്വീകരിക്കണ്ടേ? അവർ സ്വീകരിച്ചില്ല. അവർക്ക് വേറെ 100 പ്രശ്നമുണ്ട്. ഈ വിദ്യാർത്ഥികളൊന്നും അവർക്കൊരു പ്രശ്നമല്ല. വിദ്യാർത്ഥികളില്ലെങ്കിലും അവർ പരീക്ഷ എഴുതിയിലും ഇവർക്ക് മാസാമാസം ശമ്പളം കിട്ടും. സാധാരണക്കാരനെ പോലെ 3000, 5000, 20,000 ഒന്നുമില്ല, അതിൽ കൂടി നല്ല ശമ്പളമാണ് കിട്ടുന്നത് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ആളുകൾക്ക്. അവർക്കിവിടെ വിദ്യാർത്ഥി പഠിക്കണമെന്നില്ല. ഇവരുടെ മക്കൾക്ക് ഇവർ എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതുപോലെ നല്ല കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിച്ച് MBA എടുത്ത് അങ്ങനെ വലിയ ആകേണ്ട കാര്യമൊന്നുമില്ല. 4 പേരെ തോൽപ്പിക്കാൻ പറ്റിയ 4 പേരെ തോൽപ്പിക്കാൻ അത്രയായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില പ്രത്യേക വിഭാഗങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരുടെ മക്കളെ അവരുടേതായ ലെവലിൽ തന്നെ വിടുകയുള്ളൂ.
ചില പ്രത്യേക യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മക്കൾ ഭൂരിപക്ഷവും ആ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവർ കയറി പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുപാട് നല്ല ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം, എല്ലാ പിടിപാടും അറിയാം, അവർ റെക്കമെൻഡ് ചെയ്യും. അവരുടെ മക്കളെ അവർ ആ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കയറ്റിവിടും. എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ എല്ലാവരുടെയും ഒന്നും മക്കൾ വരണ്ടെന്നേ. കുറേ പേര് 71 പേരെങ്കിൽ 71 പേര് പോട്ടെ. ഇപ്പം ഞാൻ പത്രത്തിലൊക്കെ വായിച്ച സംഗതി കുറേ പേരൊക്കെ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുണ്ടെന്നാണ്. ഇവരിവിടെ ഇനി പരീക്ഷ എഴുതാൻ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഇനി വരുമോ? അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് പോയവർ വരാൻ പറ്റുമോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടികൾ കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറക്കമൊഴിച്ച് ഇരുന്ന് പഠിച്ച് ഇവിടെ വന്ന് എഴുതിയിട്ട് അതിൻ്റെ ആ ഉത്തരപ്പേപ്പറൊന്നും സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഇവനെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. ഇവർക്കൊക്കെ ശക്തമായ ശിക്ഷണ നടപടി വന്ന് ഒന്ന് ഡീപ്രൊമോട്ട് ചെയ്ത് അവൻ്റെ സ്ഥാനം കളയണം, ഏറ്റവും താഴേക്ക് വിടണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടണം. ഒരാളെ അങ്ങനെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവർക്ക് അതിനുള്ള ഒരു പേടി വരും. ഇതങ്ങനെയല്ല, എന്ത് ചെയ്താലും തങ്ങളുടെ സംഘടന തങ്ങളെ രക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യം ഇവർക്കുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാനും. ഈ പാവം 71 വിദ്യാർത്ഥികളോ അവരുടെ രക്ഷകർത്താക്കൾ എന്ത് കരഞ്ഞിട്ട് വല്ല കോടതിയിൽ പോയി, അത് 10 കോടതിയിൽ പോയി കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞാൽ പോലും അതിന് വിധിയാകില്ല. അപ്പോഴത്തേക്ക് ഇവർ പെൻഷൻ്റെ പ്രായമാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ അവിടെ ഉള്ളത്. അതുകൊണ്ട് ദയവേത് വിദ്യാർത്ഥികളോടല്ല എനിക്ക് പറയാനുള്ളത്, ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിലിരിക്കുന്ന അല്ലെങ്കിൽ സ്കൂളുകളിലിരിക്കുന്ന കോളേജുകളിലിരിക്കുന്ന അധ്യാപകരെ, നിങ്ങളൊക്കെ ഒരു നിലയിലെത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഒരു നിലയിലും എത്താത്ത കുറേ പാവം കുട്ടികൾ ഉണ്ട്. അവർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പഠിച്ച് വന്ന് പരീക്ഷ എഴുതി അതിൻ്റെ ആ ആൻസർ പേപ്പറെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ നശിപ്പിക്കാതെ, നിങ്ങൾ അവർക്ക് പണിയൊന്നും കൊടുക്കണ്ട, നിങ്ങളവർക്ക് ജോലി കൊടുക്കണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ, അവരുടെ ആ പേപ്പറൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഈ ഓരോ കുട്ടികളുടെയും പിന്നിൽ ഓരോ കുടുംബമുണ്ട്. ഈ കുട്ടികളെ അച്ഛനും അമ്മയും ചിലപ്പം വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ കോളേജിൽ വിടുന്നത്. വീട്ടിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഫീസ് വല്ലയിടത്തുനിന്ന് സ്വർണം പണയം വെച്ചോ 5 രൂപ പലിശയ്ക്കോ എടുത്തായിരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കൊണ്ടുവരുന്ന ഈ കുട്ടികളെ ദയവ് ചെയ്ത് അവരുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കരുതേ. അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമേ. കൂടാതെ ഇവിടുത്തെ നേതാക്കന്മാരോട്, ഈ പ്രസ്ഥാനത്തിന് ഇവരെ സംരക്ഷിക്കുന്ന നേതാക്കന്മാരുടെ ഒരു കാര്യം, നിങ്ങൾ ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെയുള്ളവനെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളയണം. ജോലിയില്ലാതെ അവൻ ഇരിക്കണം, എന്നാലേ അവനൊക്കെ പഠിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകളുടെ ഒരിക്കലൊക്കെ നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഒരു ഓട്ടോറിക്ഷക്കാരൻ 5 രൂപ കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പത്രത്തിനകത്ത് ഭയങ്കര സംഭവമായിട്ട്, ഭീകര പ്രവർത്തനമായിട്ട് നിങ്ങൾ അച്ചടിച്ച് വരുമല്ലോ. ഇത് ഇത്രയും വൃത്തികെട്ട ഒരു പണിയാണ് ഈ അധ്യാപകൻ കാണിച്ചു. അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി 2 മാസം ഇത് അടയിരുന്നതിന് കോഴി മുട്ടയ്ക്ക് അടയിരുന്നവർ അടയിരുന്നിട്ട് നിങ്ങളെന്താ ഒരു നടപടി എടുക്കാത്തത്? അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി കളയാതെ എത്രയും വേഗം അവർക്ക് ഒരു അനുകൂല തീരുമാനം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.